നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ നാളെ ഡൽഹിയിൽ വീണ്ടും ചർച്ച നടക്കും. 100-ലധികം സീറ്റ് നേടുകയാണ് UDFന്റെ ലക്ഷ്യമെന്നും കേരളത്തിൽ ഒരു ജില്ലയിലും ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റ് പങ്കുവച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? UDFന്റെ മൊത്തം കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഓരോ കക്ഷിക്കുമുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, കോൺഗ്രസിന് എത്രയാണ്, മുസ്ലിം ലീഗിന് എത്രയാണ്, കേരള കോൺഗ്രസ് എത്രയാണ്, മറ്റ് ഘടകകക്ഷികൾക്ക് എത്രയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണ് പിന്താങ്ങുന്നത് എന്ന കാര്യം അപ്പോൾ പ്രഖ്യാപിക്കും. 100-ലധികം സീറ്റുമായി കേരളത്തിൽ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. 26 ദിവസം കൊണ്ട് കേരളത്തിലെ ദുർഭരണം അവസാനിക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. K സുധാകരനുമായി ചർച്ച നടത്തുമെന്നും വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മികച്ച സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് ഞങ്ങൾ വരും ദിവസങ്ങളിൽ വരും. ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഈ സർക്കാരിൻ്റെ ഈ ദുർഭരണത്തെ കഴിഞ്ഞ സത്യത്തിൽ 10 കൊല്ലമായിട്ട് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് പോകും. അതിലൂടെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, എന്തായാലും LDF ഒരു മുഴം മുന്നേ തന്നെ കളത്തിലിറങ്ങി സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ചു. പക്ഷേ പുതിയുഗ യാത്രയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന നിലപാടായിരുന്നു UDFന്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വിജ്ഞാപനം വന്നതിന് ശേഷവും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രഖ്യാപനത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. നാളെ വീണ്ടും ഡൽഹിയിൽ ചർച്ച നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിനകം ഇതിൽ തീരുമാനമാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എപ്പോഴേക്ക് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും? ഇനിയും പലയിടങ്ങളിലും ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധിച്ചിട്ടില്ലേ? നിലവിലെ ഈ ഒരു അനിശ്ചിതത്വം എന്തിനാണ്? സ്വാതി, കോൺഗ്രസിന്റെ പട്ടിക ആദ്യഘട്ട പട്ടിക നാളെ ഉണ്ടാകും. നാളെ ഉച്ചയോടുകൂടി അത് പുറത്ത് ഇറങ്ങുമെന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ട പട്ടിക നാളെ വൈകിട്ടോടുകൂടി, അങ്ങനെ നാളെ പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളത്, ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും തർക്കമുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം മണ്ഡലമായിരുന്നു. അത് CMP കൊടുത്തതാണ്. പക്ഷേ അവിടെ അവസാന നിമിഷവും VS ശിവകുമാർ ആ സീറ്റിനായി വാദിച്ചു. നേമത്ത് മത്സരിക്കാൻ ആളുണ്ടായിരുന്നില്ല. അവിടെ ഏറ്റവും ഒടുവിൽ വൈഷ്ണവ് സുരേഷിനെ അവിടെ പരിഗണിച്ചു. പക്ഷേ ദുർബലയായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അവിടെ ആ സീറ്റിൽ ഡീലാണ് എന്ന് പറയും. കാരണം BJPക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് അത്. അവിടെ രാജചന്ദ്രനാണ് മത്സരിക്കുന്നത് കൂടി. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രചാരണം തള്ളാൻ വേണ്ടിയാണ് അവിടെ K ശബരിനാഥനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ശബരിനാഥൻ അവിടെ മത്സരിക്കാൻ തയ്യാറില്ല. അരുവിക്കര തന്നെ വേണം എന്നാണ് പിന്നീട് നിലപാട് എടുത്തത്. മറ്റൊന്ന് ആറന്മുളയാണ്. ആറന്മുള സീറ്റിൽ അബിൻ വർക്കിക്കായി തീരുമാനിച്ചതാണ്. പക്ഷേ അവിടെ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്ന് പ്രാദേശിക വികാരം ഉയർന്നു. മാത്രമല്ല അവിടെ വിജയ് ഇന്ദുചൂടൻ യൂത്ത് കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഡൽഹിയിൽ പോയി നേതാക്കളെ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കാൻ നിന്ന മണ്ഡലമാണ്. MP മാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഒരു പൊതു നിലപാട് KPCC സ്വീകരിച്ചത്. അത് ഹൈക്കമാൻഡ് അറിയിച്ചു. ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും അവിടെ K സുധാകരൻ മത്സരിക്കാൻ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ച് അയവ് വന്നിട്ടുണ്ട്. അവിടെ പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് K സുധാകരൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരികയാണ്. എന്തായാലും നാളെയോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് VD സതീശൻ പറഞ്ഞ ഒരു കാര്യം, അവിടെ അതായത് ഗ്രൂപ്പിനനുസരിച്ചല്ല, വീതം വെച്ചല്ല ഇത് കൊടുക്കുന്നത്. ജില്ലയിൽ ജയിക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് ഈ സീറ്റ് നൽകുന്നത്. ഗ്രൂപ്പ് വീതം വെക്കൽ ഇത്തവണ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഗ്രൂപ്പിന്റെ പേരിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പട്ടിക വൈകാനുള്ള ഒരു കാരണമായി കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. എന്തായാലും നാളെ ഉച്ചയോടുകൂടി പട്ടിക വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി ബിനിൽ, എന്തായാലും നാളെ ഉച്ചയോടുകൂടി പട്ടിക വരുമെന്ന് പ്രതീക്ഷിക്കാം. ആരൊക്കെ എവിടെയാണ് UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് എന്നുള്ള കാര്യം പിന്നീട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, പ്രചാരണ രംഗത്തേക്കൊക്കെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് അവർക്ക്.